ഈ നിമിഷം വരെ കേരളത്തിലെ ജനങ്ങളോട് ഞാൻ ചോദിക്കുക, ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടല്ലോ, നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ ഈ വിഷയം ആത്മാർത്ഥമായി പ്രതിപക്ഷത്തിലെ ഏതെങ്കിലും UDF പോട്ടെ ഒരു കക്ഷി ഏറ്റെടുത്തോ? എന്താ ഏറ്റെടുക്കാത്തത്? ഇത്ര വലിയൊരു സംഗതി ഉണ്ടായിട്ട് പൂരം തൃശ്ശൂരും ആകെ കലക്കി ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് മിണ്ടുന്നുണ്ടോ? എന്താ കാരണം ഇത് തന്നെ. ഇപ്പൊ തൃശ്ശൂർ ഉറപ്പല്ലേ BJPക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുത്തു എന്നത് ഈ അജിത് കുമാറാണ്. അജിത് കുമാർ എന്താ വല്ല അസുഖമുണ്ടോ? അജിത് കുമാറിനോട് ആരെങ്കിലും കർശനമായി നിർദ്ദേശിച്ചിട്ടല്ലേ ഈ സീറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്? ഞാൻ അന്ന് പറഞ്ഞതാണ്, ഇപ്പോഴും പറയുന്നു. നീ എന്തിനാ അതിൻ്റെ ഒരു അന്വേഷണം? വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് 2024 ജോക്കാണെന്ന്. അതുകൊണ്ട് ഇതൊന്നും ഇവരാരും ഏറ്റെടുക്കൂല. ലീഗ് സമുദായത്തിന് വേണ്ടി സംസാരിക്കണം, ആയിക്കോട്ടെ. എന്താണ് സമുദായത്തിന് വേണ്ടി ലീഗ് ചെയ്യണത്? എന്താ ചെയ്തിരിക്കുന്നത്? മഹാനായ CH ബാഫക്കിത്തങ്ങളും ഈ പറയുന്ന ഉമർ ബാഫക്കിത്തങ്ങളും അവസാനമായിട്ട് അതിലെ കണ്ണിയായിരുന്ന ബഹുമാന്യനായ ശിഹാബ് തങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് ഈ സമുദായത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു തർക്കവുമില്ല. സത്യസന്ധമായി ആത്മാർത്ഥമായി ആ വിഷയങ്ങളിൽ ഈ പറയുന്ന തലമുറ ലീഗിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് വരെ പണി എന്താ? ഒരു വിഷയത്തിൽ ഇടപെടില്ലല്ലോ. കുഞ്ഞാണ്ടി സാഹിബ് ഇങ്ങനെ അല്ലേ, അപ്പുറത്ത് കഴിഞ്ഞാൽ ഒരു ഡയലോഗും ഇല്ല. അന്വേഷിക്കണം, പിടിക്കണം. എന്താണ് ഞാൻ ഈ പറഞ്ഞ നെക്സസ് എന്താ കോൺഗ്രസിന്റെ സ്ഥിതി? എന്താ കെ സുധാകരന്റെ അവസ്ഥ? എന്താ VD സതീശൻ എന്താ ഏറ്റെടുക്കാത്തത്? എല്ലാവർക്കും അത്യാവശ്യം അരയിലുണ്ട്, എടുത്താൽ പൊന്തൂല. മനസ്സിലായില്ലേ? അപ്പൊ ഇവരൊക്കെ ജനങ്ങളോ വിഡ്ഢികള്. അപ്പൊ സഖാക്കളോ സഹിച്ചോളുക. മിണ്ടാൻ പറ്റൂല. എങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നു? എങ്ങോട്ടേക്കാണ് ഈ സ്റ്റേറ്റിനെ കൊണ്ടുപോകുന്നത്? പൊതുപ്രവർത്തകർക്ക് ഒന്നും ഇടപെടാൻ പാടില്ല. പോലീസിൽ മാത്രമല്ല,